ഫോട്ടോഷൂട്ട് കൂടെ എന്നുള്ള രീതിയിലേക്ക് ഇടയ്ക്ക് വരാൻ ഭയങ്കരമായിട്ട് ഇടയ്ക്ക് ബോൾഡ് ഫോട്ടോഷൂട്ട് കൂടെ ബോൾഡ് അല്ല ശരിക്കും അങ്ങനെ ശരിക്കും ഒരു മോഡലിംഗിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നോ? എല്ലാം ഇൻട്രസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ഞാൻ പറഞ്ഞില്ല, വിളിച്ചപ്പം ചെയ്തു അത്രേ ഉള്ളൂ. ഇപ്പം മോഡലിംഗും ഉണ്ട് അത്യാവശ്യം മോഡലിംഗ് ഇപ്പൊ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അതിന്റെ ഭാഗമാണല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് താൻ വന്ന വഴി മറക്കുന്നില്ല ഈ രേണുസുതി എന്ന് പറയുന്ന ഈ ഒരു പ്രമുഖ നടി. സാധാരണ ചില നടികൾ മോഡലിംഗിന് നാടകത്തിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് പോവില്ല, സിനിമ മാത്രം മതി എന്നുള്ളൊരു തീരുമാനമെടുക്കും. ഇവിടെ സിനിമയും മോഡലിംഗും ഒരുപോലെ കൊണ്ടുപോകാൻ പെടാപ്പാട് വിടുന്ന ഒരു നടിയെയാണ് കാണാൻ സാധിക്കുന്നത്. രേണുസുതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ വളരെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ രേണുസുതി തന്നെ നടത്തിയിരിക്കുന്നു. തന്റെ 4.5 വയസ്സുള്ള മകനായ ഋതപ്പൻ തന്നെ ചോദ്യം ചെയ്തിരിക്കുന്നു. അതിലേക്കൊക്കെ നമുക്ക് വരാം. അതിന് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ തീർച്ചയായും വീഡിയോ ഉറപ്പായും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. എന്താണ് രേണുസുതിയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്? അത് കുറച്ച് വിവാദമായോ? കുറച്ചല്ല, നല്ല രീതിയിൽ വിവാദമായി. എന്താ കേൾക്കേണ്ട വന്ന ഏറ്റവും മോശം എന്തായിരുന്നു കമന്റ്? വയറ് കാണിച്ചു. എന്റെ വയറ് എനിക്ക് ഇഷ്ടമാണ് കാണിക്കാൻ, ഞാൻ കാണിക്കും. മറ്റുള്ള പാർട്ടുകളും ഇതുപോലെ ഇഷ്ടം തോന്നുന്ന സമയത്ത് അതും കാണിക്കുമായിരിക്കല്ലേ. ആ ഒരു നിമിഷത്തിന് വേണ്ടി ധാരാളം രേണുസുതി ഫാൻസ് കാത്തിരിക്കുന്നുണ്ടെന്നുള്ള കാര്യം മറക്കണ്ട. അതിനെന്താണ് പ്രശ്നം? ജോലിയുടെ ഭാഗമായിട്ടാണ്. വീട്ടിൽ നിന്ന് വിമർശനം എന്തെങ്കിലും വന്നിരുന്നോ? ഇല്ല. അതാണ്, വീട്ടിൽ നിന്ന് ഒരു പ്രശ്നമില്ല. വീട്ടിൽ അല്ലെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ ആരാ? നമ്മുടെ തങ്കപ്പച്ചേട്ടൻ. അദ്ദേഹത്തിന് ഈ പറഞ്ഞോണം ഒഴിവ് സമയങ്ങളിൽ വീട് കുത്തിപ്പൊളിക്കുക, അള്ളിമാന്ത്, അങ്ങനെയൊക്കെയുള്ള ചില കലാപരിപാടികൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫിറോസിനെ 2 തള്ളക്കി വിളിക്കുക, അതുമായിട്ടൊക്കെ അങ്ങ് പൊയ്ക്കോളും. അദ്ദേഹത്തിന് ഈ ഒരു മേഖലയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. എങ്ങനെ ആയിക്കോട്ടെ എന്നുള്ളൊരു തീരുമാനത്തിലാണ്. നമുക്ക് 3 നേരം റേഷനരി കിട്ടണം. എന്നാൽ ഋതപ്പൻ എന്ന് പറയുന്ന 4.5 വയസ്സുകാരൻ, ആ 4.5 വയസ്സുകാരൻ അങ്ങനെയല്ലായിരുന്നു. ആ ഋതപ്പൻ അതിനെ ചോദ്യം ചെയ്തു. എന്റെ ഋതപ്പൻ ചോദിച്ചു എന്നോട്, അമ്മ എന്നെ അമ്മ ബ്ലൗസ് അമ്മ എന്റെ അമ്മ ബ്ലൗസ് ഇടാതിരുന്നത്. എന്നാ പറയുന്നത്? അമ്മ ഒരു സാരി കൊടുത്തപ്പോ അമ്മ ബ്ലൗസ്. അമ്മ അങ്ങനല്ല മോനെ, അത് ബ്ലൗസ് ഉണ്ട്, നീ ഇപ്പൊ അത് ചോദിക്കട്ടെ കേട്ടോ മോനെ എന്ന് പറഞ്ഞ് തമാശ രീതിയിലങ്ങ് വിട്ടു. അവൻ അങ്ങനെ ചോദിച്ചില്ല, ആരും പറഞ്ഞിട്ടാണോ എന്നാന്ന്, അത് എനിക്കത് കണ്ടിട്ടാണോന്ന് അറിയത്തില്ല. അമ്മ എന്നെ അമ്മ ബ്ലൗസ് ഇടാതിരുന്നെന്ന് ചോദിച്ചു. അതായത് കേവലം 4.5 വയസ്സ് മാത്രം പ്രായമുള്ള ഋതപ്പൻ നോക്കുമ്പോൾ ഋതപ്പനെ കുറ്റം പറയാൻ കഴിയില്ല. അതായത് ഋതപ്പൻ ജനിച്ച സമയത്ത് അമ്മയ്ക്ക് അത്യാവശ്യം വസ്ത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് വിദേശ വസ്ത്രങ്ങൾ തുടരെ ബഹിഷ്കരിക്കുന്ന ഒരു അമ്മയാണ് ഋതപ്പന് കാണാൻ സാധിച്ചത്. ഇനി അങ്ങോട്ട് ബ്ലൗസ് മാത്രമല്ല, ജട്ടി ഉൾപ്പെടെയുള്ള വിദേശ വസ്ത്രങ്ങൾ അമ്മ ബഹിഷ്കരിച്ചേക്കാം എന്നുള്ളൊരു ഭയം ഋതപ്പനെ വേട്ടയാടുന്നുവെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ല സാരമില്ല, ഇതൊക്കെ സിനിമാ മേഖലയിലും മോഡലിംഗിലും ഒക്കെ അതിന്റെ ഒരു ഭാഗമായിട്ട് കുഴപ്പമില്ല. ആട്ടെ, പുതിയ സിനിമ ഇറങ്ങിയെന്ന് കേട്ട് സൂപ്പർ ഹിറ്റ് ആണോ? ഇന്നലെ ഇറങ്ങിയ ഒരു സിനിമയാണ് ലൈഫ് ഓഫ് രേണു. രേണുവിന്റെ കഥ തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടക്കം കണ്ടിട്ട് വമ്പൻ സിനിമയാണ്. ഒരുപക്ഷെ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പോലും മത്സരിക്കാൻ സാധ്യതയുള്ളൊരു സിനിമയാണെന്നാ തോന്നുന്നേ. തുടർന്നൊന്ന് കണ്ടു നോക്കാം അല്ലേ? അതിന് വേറെ പണിയൊന്നുമില്ല. ഞാൻ കുറെ നോക്കിയത്, വളയുന്ന ലക്ഷണം കാണുന്നില്ല. അതെനിക്ക് തോന്നാ അതൊക്കെ നടക്കും. നോക്കണ്ട പോലെ നോക്കണം. നമ്മളിതൊക്കെ കണ്ടതാ. എനിക്ക് തോന്നുന്നില്ല. പണിക്ക് പോകത്തില്ല ആറുകൾ. ഒന്ന് ആലോചിച്ച് നോക്കുക. രേണു എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയെ വളയ്ക്കാൻ വേണ്ടി 3-4 പഹയന്മാരും ഇന്നോവ കാറിൽ അതിരാവിലെ വന്ന് കാത്തിരിക്കുകയാണ്. ആ ഒരു പെൺകുട്ടിയുടെ മാർക്കറ്റ് വാല്യൂ ഒന്ന് ആലോചിച്ച് നോക്കുക. എന്നാൽ അത് കണ്ടിട്ട് പോലും അവരെ മൈൻഡ് ചെയ്യാതെ കാക്കിച്ചു തുപ്പി പോകുന്ന രേണു എന്ന് പറയുന്ന ആ ഒരു നായിക. രേണുസുതിയുടെ സ്വന്തം കഥയാണ്. തന്നെ ആർക്കും അങ്ങനെ വളയ്ക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു അലേർട്ടാണ് രേണുസുതി കൊടുത്തിരിക്കുന്നത്. അല്ല അതിരിക്കട്ടെ, ഇതിൽ ആരാണ് നായകൻ? പുതുമുഖമല്ല ആണോ? ഇതിലും നായകൻ ഈ പറഞ്ഞ പ്രതീക്ഷ എന്ന് പറയുന്ന പഴയനാണല്ലേ. എനിക്ക് ബലമായ സംശയം തോന്നുന്നത്
ഈ സംവിധായകരെല്ലാം കൂടി അവസാനം ഇതൊരു പരുവത്തിലാക്കുക. അതായത് നമുക്കറിയാം, ഈ പറഞ്ഞ മഞ്ജു വാര്യർ, ദിലീപ്, അല്ലെങ്കിൽ ബിജു മേനോൻ, സംയുക്ത വർമ്മ, ജയറാം, പാർവതി, ഇത്തരം മലയാള സിനിമയിൽ വന്ന കോമ്പോകളൊക്കെ ഏതാണ്ട് ഒരു 5-6 സിനിമ ഒരുമിച്ച് അഭിനയിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കല്യാണം കഴിക്കാനുള്ള ഒരു ബുദ്ധി ഉണ്ടാവും. അതിന്റെ കാരണം എന്ന് പറയുന്നത് 5-6 സിനിമ ഒരുമിച്ച് അഭിനയിക്കുമ്പോഴത്തേക്ക് എന്തൊക്കെയോ കെമിസ്ട്രി ഇങ്ങനെ വർക്കൗട്ട് ചെയ്യും. അപ്പൊ ഈ സംവിധായകർ പറയും നിങ്ങളുടെ കെമിസ്ട്രി കൊള്ളാം എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ഇവരെ അഭിനയിപ്പിക്കുമ്പോൾ കെമിസ്ട്രി കഴിഞ്ഞതിന് ശേഷം അടുത്ത സബ്ജക്ട് എന്താണ്? ബയോളജി. അത് ബയോളജിയിലേക്ക് അങ്ങ് കിടക്കും. പിന്നെ അവർക്ക് കല്യാണം കഴിക്കണം എന്നുള്ളൊരു ബോധ്യമാവും. പിന്നെ ഭാര്യയും ഭർത്താവിനെയൊക്കെ അവരങ്ങ് മറക്കും. ഒരുപക്ഷെ ഈ ഒരു വിഷയത്തിലും അത് സംഭവിച്ചു കൂടായില്ല. അതായത് ആ രീതിയിൽ ഇവിടെ കോംബോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന 4ഓളം പ്രൊജക്ടുകളിൽ പ്രതീഷ് തന്നെയാണ് ഭർത്താവെന്ന് ഓൾറെഡി വെളിപ്പെടുത്തി കഴിഞ്ഞു. അല്ല, സിനിമയുടെ കഥ എന്താണ്? മെയിനായിട്ടും സിനിമയുടെ ഇതിവൃത്തം എന്താണ്? ഏടി കുട്ടി, അനക്ക് ഇത്രയും വലിയൊരു മോളില്ലല്ലേ, അതിനെ കെട്ടിച്ചണ്ടേ, അതിന് പൈസ വേണ്ട. എനിക്ക് എന്താ കണക്കാക്കിക്കണേ? ആ ചെക്കനാണ് കാലിന് സുഖമില്ലാന്നുള്ള ഇഷ്ടം മാതിരി പൈസ ഉണ്ട്. അവനാണ് എനിക്ക് എന്നെ ഇഷ്ടമാണ്. പിന്നെന്താ എനിക്ക് പ്രശ്നം? ഇക്കൊന്നും ശരിയാവല്ലോ, ഒരു കുട്ടി ഉള്ളതാ, എനിക്ക് പറ്റൂല. അവൻ എന്റെ കുട്ടി അവന്റെ കുട്ടി പോലെ നോക്കും. എന്നെ ഒന്ന് പറഞ്ഞു കൊടുക്കി. നിങ്ങൾ അമ്മയല്ലേ, ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ? നമുക്ക് മക്കളോട് പറയാനല്ലേ പറ്റുള്ളൂ. ഓളിഷ്ടല്ലേ? ഞങ്ങൾ അറിയുന്ന ഫാമിലിയാണ്, അതുകൊണ്ട് ഞാൻ കൂടെ വന്നത്. അതുകൊണ്ടാണ് മെമ്പറേയും കൂട്ടിയിട്ട് വന്നത്. നല്ലപോലെ ഒന്ന് ആലോചിക്കും. അതായത് കണ്ടടക്കം മനസ്സിലാവുന്നത് വലിയ ഒരു ക്യാൻവാസിൽ എടുത്ത ആർട്ട് ഫിലിമാണെന്നാണ്. ഒരുപക്ഷെ ഈ സിനിമയിൽ രേണു സുധിയുടെ കഥ തന്നെയാണ് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. ഇനി അതിന്റെ ഒരു ക്ലൈമാക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്നെ എഴുന്നേപ്പിക്കും മോളെ. ഇതുപോലൊരു കാഴ്ച കാണാനാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്റെ മക്കൾക്ക് എന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവും. ദൈവം നിങ്ങളെ കാത്തു രക്ഷിക്കട്ടെ. ഇതുപോലൊരു കാഴ്ച കാണാൻ ആഗ്രഹിക്കുന്ന ധാരാളം ഈ കോംബോ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. പക്ഷെ ആ പ്രതീക്ഷ എന്ന് പറയുന്ന ആ ഒരു പഹയന്റെ ഭാര്യയുടെ അവസ്ഥ, ഓളവസ്ഥ എന്താണെന്നുള്ള കാര്യം നമുക്കറിയില്ല. ഓളിനൊക്കെ സപ്പോർട്ടാണെന്നാണ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലും കണ്ടത്. ഇവരുടെ വലിയ പെരുത്ത കോംബോ ആണെന്നാണ് പറയുന്നത്. അത് ഈ പറഞ്ഞ മഞ്ജു വാര്യരും ഈ കാവ്യ മാധവനെയൊക്കെ വലിയ സപ്പോർട്ടായിരുന്നു. നല്ല കോംബോയാണ്, മുന്നോട്ട് പോട്ടെ പോട്ടെ എന്ന് പറഞ്ഞു. അവസാനം കൊണ്ടെല്ലാം മക്കാറാവുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. ഇത് അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ല, അതെല്ലാം ഇരിക്കട്ടെ, ഇത്രയും സിനിമകൾ കിട്ടാനുള്ള കാരണം എന്താണ്? അഭിനയമാണോ അതോ സൗന്ദര്യമാണോ? എന്താണ് അതിന്റെ ഒരു ഘടകം? ഞാൻ നേരിട്ട് നല്ല സുന്ദരിയാണ്, എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. എന്നെ നേരിട്ട് കാണുന്നവർക്കും അവർക്കറിയാം ഞാൻ സുന്ദരിയാണെന്ന്. എനിക്ക് പറയാനുള്ളൂ. എന്നാൽ ഈ ഒരു വിഷയത്തിൽ, സൗന്ദര്യത്തിന്റെ കാര്യത്തിലും അഭിനയത്തിന്റെ കാര്യത്തിലും ഒക്കെ വിമർശിക്കുന്ന പ്രേക്ഷകരായ ഹിമാറുകളോട് എന്താണ് രേണുവിന് പറയാനുള്ളത്? ഇതൊക്കെ കേട്ട് രേണുസുതി തീർന്നു തളർന്നു പോയെന്നാണ് വിചാരം. എവിടുന്ന് തളരാനാ? രേണുസുതി തളരത്തില്ല. രേണുസുതി ഇങ്ങനെയുള്ള ഓലപ്പാമ്പ് കണ്ട് തളരുന്നവളല്ല രേണുസുതി. പിന്നെ നെഗറ്റീവ് കമന്റ്സ്, ഇവരൊക്കെ വല്ലോ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ അവക്കൊന്നും ഒന്നും ആവുന്നില്ല. ഒന്ന് മീഡിയ വരണമെന്നൊക്കെ ഇവക്കൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിട്ട് ഒന്നും നടക്കുന്നില്ല. വീഡിയോ തുറന്നപ്പോ ഇൻസ്റ്റാഗ്രാം തുറന്ന രേണുസുതി, യൂട്യൂബിൽ രേണുസുതി, ആ കുശുമ്പം കൊണ്ട് കാണിക്കുന്ന ഫ്രസ്ട്രേഷൻ ആണ് ഈ നെഗറ്റീവ് കമന്റ്സ്. ഇതിലൊന്നും പ്രതികരിച്ചിട്ട് കാര്യം, ഒരു മാനസിക രോഗമാണ് ഇത്. അതാണ് ഇപ്പൊ എല്ലാം മനസ്സിലായല്ലോ. നെഗറ്റീവ് കമന്റ് അടിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും മനോരോഗികളാണ്. ഓളുടെ ഈ പറഞ്ഞ ആ ഒരു അഭിനയ സബരിയെ കണ്ടിട്ട് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും എവിടെ നോക്കിയാലും, സിനിമയിലും സീരിയലിലും ടെലിഫിലിമിലും ആൽബങ്ങളിലും ഒക്കെ രേണുസുതി നിറഞ്ഞു നിൽക്കുന്ന കണ്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ചില കിമാറുകളാണ് കമന്റ് ഇടുന്നത്, നെഗറ്റീവ് കമന്റ് ഇടുന്നതെന്നാണ് രേണുസുതി പറഞ്ഞു വെക്കുന്നത്. എനിവേ, നിങ്ങൾ ഓരോരുത്തരെ കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാനും ഉൾപ്പെടും. രേണുസുതിയുടെ മോഡലിനെ കുറിച്ചുള്ള ഋതപ്പന്റെ ആ ഒരു ചോദ്യം ചെയ്യൽ നിങ്ങൾ എങ്ങനെ കാണുന്നു? കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ആദ്യമായി ചാനൽ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ബൈ.